ദീപക്, കോഴിക്കോട്ടെ ന്യൂ ഇയർ ആഘോഷം എവിടം വരെ എത്തി? വിനിത, കോഴിക്കോട്ടെ ആഘോഷങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടേക്ക് ബീച്ചിലേക്കൊക്കെ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് മാറുക സ്വാഭാവികമായിട്ടും ബീച്ച് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, ഇങ്ങനെ നിരനിരയായ ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഇവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നേരത്തെ ഏർപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുള്ളത്. വാഹന ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CH ഓവർബ്രിഡ്ജ് മുതൽ ഇങ്ങോട്ട് വിടുന്ന കാര്യത്തിലൊക്കെ ചില നിയന്ത്രണങ്ങൾ നേരത്തെ തന്നെ സിറ്റി പോലീസ് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാന കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ് കോഴിക്കോട് ബീച്ചിന്റെ ആഘോഷത്തെ നമ്മൾ കാണേണ്ടത്. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താ ഇന്നത്തെ പരിപാടി? എന്താ ഇന്നത്തെ പ്ലാൻ? എന്താ, ബീച്ചിൽ കറങ്ങാൻ, ജസ്റ്റ് ചില്ല യാത്ര തന്നെ. അത്ര. ഈ പുതിയ റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? റെസൊല്യൂഷൻസ് പറഞ്ഞാല് ഒരു ഡയറി എഴുതണമെന്നുണ്ട്. അതെന്താ അങ്ങനെ തീരുമാനിക്കും? അല്ല, നമുക്ക് തെറ്റുകളൊക്കെ തിരുത്താലോ. അപ്പൊ 25 രൂപയുള്ള ഡയറി ഉണ്ടോ? ഡയറി വാങ്ങണം, പുതിയത് വാങ്ങണം. അപ്പൊ ഇതുവരെ അതുണ്ടായില്ല, ഡയറി ഈ നിങ്ങളൊക്കെ എന്താ ഇന്നത്തെ പരിപാടി? എന്താ ഇന്നത്തെ പരിപാടി തന്നെ അടിച്ചു പൊളിക്കാൻ, ന്യൂ ഇയർ നല്ല രീതിയിൽ ആഘോഷിക്കും. 12 മണി വരെ അവിടെ കാണും. ഒരാൾക്ക് ഒരാൾക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട്, മറ്റുള്ളവർക്ക് പക്ഷേ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇങ്ങനെ ഈ പ്രായമായവരും കുട്ടികളും ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാറുണ്ടോ? ഇത്തവണത്തെ ആഘോഷം എങ്ങനെയാ? ഇവിടെ ഇരുന്നങ്ങ് ആഘോഷിക്കാൻ കുടുംബസമേതാണോ വന്നത്? അല്ല, അതാ കൂട്ടുകാരികളൊക്കെ. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഷൊർണൂർ. അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താ പേര്? ആയുഷ്. ആയുഷ് ഇത്തവണ 2026 കടക്കുകയാണല്ലോ. എന്തോ ഒരു തീരുമാനം? നന്നായി പഠിക്കണം എന്നുള്ളതാണ്. നന്നായി പഠിക്കണം. പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുള്ളേ? ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഫുട്ബോൾ കളിക്കാരനാണോ? ഫുട്ബോൾ കളിക്കാറൊക്കെ ഉണ്ട്. നല്ലൊരു ഫുട്ബോളർ ആവണം, അതിനുവേണ്ടിയുള്ള പ്രയത്നമൊക്കെ തുടരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. ഹലോ, എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 7th. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താ പരിപാടി ഇന്ന്? അങ്ങനെ പോണേ ആണ്. ഇനി എന്താ ഒരു 2026 എങ്ങനെയായിരിക്കണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്? നന്നായി പഠിക്കണം. പിന്നെ എന്റെ കുറെ ഗോൾസ് ഉണ്ട്. ഗോൾസ് ഒക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മീറ്റ് ചെയ്യും. ഉറപ്പാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ദീപക്, റെസൊല്യൂഷൻ എന്താണ്? എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ. ആണല്ലേ? എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നും ഇല്ല. ശരി, എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. കോഴിക്കോട് ബ്യൂറോയിൽ ആഘോഷം പൊടി പൊടിക്കട്ടെ. നമുക്ക് രാത്രി വീണ്ടും കാണാം. ആഘോഷം അങ്ങ് അലയടിക്കുന്ന സമയത്ത് ഏതായാലും കോഴിക്കോട് ബീച്ചിൽ ഇതാ ജനസാഗരം നിറയാൻ പോവുകയാണ്.